ഹായ്, ഹലോ, നമസ്കാരം. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എഡ് ക്ലാസ്സസ് മാത്രം പ്രൊവൈഡ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നി എഡ് എന്താണ്, ഇപ്പോൾ അഡ്മിഷനൊക്കെ തുടങ്ങിയിരിക്കണം. അപ്പോൾ എഡ് എന്താണ്, എഡ് എടുക്കണോ വേണ്ടേ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കണവർക്ക് ഒരു എഡിനെ പറ്റിയിട്ടൊരു റിവ്യൂ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എഡ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമതായിട്ട് എഡിനെ കുറിച്ച് പറയുക വെച്ചാൽ എഡെന്ന് ഒരിക്കലും നമ്മളൊരു PG പഠിച്ച പോലെയോ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച പോലെയോ അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ടോപ്പിക്സ് ആയാലും നമ്മൾ ചെയ്യുന്ന വർക്കായാലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല സ്ട്രെസ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഫസ്റ്റൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്മൂത്താണ്, നമുക്ക് ഈസിയായി പഠിക്കാം അല്ലെങ്കിൽ ഈസിയായിട്ട് സ്കോർ ചെയ്യാം. പക്ഷെ അത് തോന്നൽ മാത്രമായിരിക്കും. നമ്മൾക്ക് അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ മറ്റൊന്നുള്ളത് എഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അബ്രോഡൊക്കെ പോകാനോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരളയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സ്കോപ്പും കാര്യങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ അറിയാം, കേട്ടറ്റ് വേണം, സെറ്റ് വേണം, നെറ്റ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടീച്ചിങ് ഫീൽഡിൽ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത്രയും പേര് പഠിച്ചിറങ്ങിയവർ തന്നെ നമുക്കൊരു കോമ്പറ്റീഷനായിട്ടുള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഡെയിലി വേജ് കിട്ടണമെങ്കിലായാലും ഒരു പെർമനൻറ്റ് പോസ്റ്റ് കിട്ടണമെങ്കിലാണെങ്കിലും വേക്കൻസിയും കുറവാണ്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എഡ് ബെറ്ററാണ്. ഒരു സേഫായിട്ടുള്ള ഒരു ജോബ് നോക്കുന്നവർക്ക് സേഫസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക വെച്ചാൽ നല്ല കഷ്ടപ്പാടായിരുന്നു. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെ പോയതായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് പല സബ്ജക്റ്റിൻ്റെ പേര് വരെ നമുക്ക് പഠിക്കാൻ കുറേ ടൈം എടുത്തു. അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. ഇപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കണവർക്ക് വെച്ചാൽ അത് കുഴപ്പമില്ല. കാരണം അവർക്കതിനെ പറ്റിയിട്ട് അവർ എന്തായാലും ഒരു ധാരണ ഉണ്ടാക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അല്ലാതെ ഒരു ഐഡിയ ഇല്ലാതെ പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അങ്ങനെ പോയ ഒരാളായതുകൊണ്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടിയാണത്. പിന്നെ സ്വന്തമായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എഡ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒരു എഡ് കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊക്കെ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിലൊന്നും പോയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കൊരു സ്റ്റേജ് കയറുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എഡിന് ചേർന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനായിട്ട് നമുക്ക് സ്റ്റേജിൽ കയറേണ്ടി വരും. സോ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ടായിരിക്കുന്ന ഒരാൾക്ക് കുറച്ചെങ്കിലും അയാളുടെ ആ ഇൻട്രോവേർഷൻ കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു എഡ് കാരണം. എഡ് പിന്നെ എടുക്കുന്നതിന് മുന്നേ എപ്പോഴും ഒരു 100 തവണ നമ്മൾ ആലോചിക്കുക വേണോ വേണ്ടേ എന്നുള്ളത്. കാരണം കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യണത് ഏറ്റവും വലിയ മണ്ടത്തരം മാത്രമായിരിക്കും. കാരണം കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ടൈമിലുള്ള സ്ട്രെസ്സ് കാരണമൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യണവർ, പിന്നെ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് വരെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിൽക്കുക, അത് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് ആ കരിയർ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അപ് ടു നമ്മുടെ കയ്യിലാണ്. സോ അങ്ങനെ എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യുക. എഡ് ലൈഫിൽ പിന്നെ നമുക്ക് ആകെയുള്ളൊരു റിഫ്രഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇടയ്ക്ക് വരുന്ന വല്ല പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേ സെലിബ്രേഷൻ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിലൊക്കെ മാക്സിമം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ നമുക്കിപ്പോൾ ഒരു ഡാൻസ് കളിക്കാൻ അറിയണോ പാട്ട് പാടാൻ അറിയണില്ലേ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ മാത്രമായിരിക്കും ഈ ഒരു ടൈമിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമുക്കില്ലാത്ത പലതരത്തിലുള്ള ക്വാളിറ്റീസും നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഈ ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് വരെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ നമ്മളത് പഠിച്ചിറങ്ങുമ്പോൾ എന്തായാലും തോന്നും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടായിരിക്കും അവിടുന്ന് പോവുക. ഇപ്പോൾ കോളേജ് ചിലപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൂടുള്ളവരെ നമുക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് പാസ് ഔട്ടായ ബാച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ടൈമിനായിരുന്നു. അതേ സെമ്മ് സ്റ്റാർട്ട് ചെയ്തതായാലും എക്സാംസ് ആയാലും റിസൾട്ടായാലും ഒക്കെ ഫാസ്റ്റായിട്ട് വന്ന ഒരു ബാച്ചായിരുന്നു ഞങ്ങളുടെ.
സോ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഒട്ടും ടൈം നമുക്കൊന്ന് ശ്വാസം വലിക്കാൻ വരെ സമയം കിട്ടാത്തൊരു ബാച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ജൂലൈയിലായിരുന്നു തുടങ്ങിയത് ക്ലാസ്. പക്ഷേ അഡ്മിഷൻ വന്നത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയപ്പോഴേക്ക് അഡ്മിഷൻ കൊമേഴ്സിൻ്റെ ക്ലോസ് ചെയ്തത്. സോ അപ്പോഴേക്കും തന്നെ പകുതി ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പകുതി മുക്കാലും നമ്മൾ വർക്കുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഇത് എന്താ സംഭവം എന്ന് പോലും നമുക്കിപ്പോൾ ചോദിക്കാൻ വരെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സോ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും വന്നതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞ് സെക്കൻഡ് സെമ്മ് കഴിഞ്ഞ് പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിഞ്ഞ് വന്ന നമുക്കൊരു 1 വീക്കൊക്കെയാണ്. 1 വീക്ക് കിട്ടി, അങ്ങനെ ഉറപ്പ് വയ്ക്കാനൊന്നും പറ്റില്ല. നമുക്ക് റെക്കോർഡ് വർക്കുകൾ ചെയ്ത് തീർക്കാനും ഒക്കെ ഒരു ടൈം കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 4th സെമ്മ് തുടങ്ങും. അതിൻ്റെ ഇടയിൽ തന്നെ കമ്മീഷൻ വരും. കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ വർക്കുകളായി, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ ടെൻഷനായി. അതിൻ്റെ ഇടയിൽ പ്രോഗ്രാമുകളും ഇതൊക്കെ വരും. അതിൻ്റെ ഇടയിൽ സെറ്റ് എക്സാം, കാറ്ററ്റ് എക്സാം, അങ്ങനെ പറഞ്ഞിട്ട് പല 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 പ്രശ്നങ്ങൾ വരും. പക്ഷേ നമുക്കതൊക്കെ തരണം ചെയ്യാൻ കഴിയണം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു BEd സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലവർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇത് കേൾക്കുമ്പോൾ BEd ഇത്രയും ട്രോമറ്റൈസിങ് ആണോ എന്നൊക്കെ തോന്നും. പക്ഷേ ട്രോമറ്റൈസിങ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമുക്ക് നമ്മുടേതായ സന്തോഷങ്ങളും എന്താ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു BEd നമുക്ക് കിട്ടും. അതായത് നമ്മളെ മനസ്സിലാക്കുന്ന കുറേ പേരെ നമുക്ക് കിട്ടും. അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ പല ഏജിലുള്ളവരുണ്ട്, പല ഏജ് നമ്മളെക്കാളും ചെറിയവരുണ്ടായിരിക്കും, വലിയവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരെയും നമുക്കിതിൽ ഏത് നമ്മളെക്കാൾ വലുത് ചെറുതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടി പറ്റില്ല. അതുകൊണ്ട് BEdന് കുറേ നല്ല മെമ്മറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മളെ തന്നെ കുറേ കൂടി ബെറ്റർ ആക്കാനും നമുക്ക് പറ്റും. സോ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. BEdനെ പറ്റിയിട്ടൊരു ചെറിയൊരു എന്താണെന്നുള്ളത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ നമുക്ക് സബ്ജക്റ്റുകളെ പറ്റിയിട്ടും ടോപ്പിക്കുകളെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഞാൻ ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എന്തായാലും ഇടാം. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യാൻ നോക്കാം മാക്സിമം. താങ്ക് യു.